സീക്രട്ട് ഏജന്റിനെ പലർക്കും അറിയാമായിരിക്കുമല്ലോ, സായി ബ്രോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ BJP-യിലേക്ക് ജോയിൻ ചെയ്ത സമയത്ത് സായി ബ്രോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനിയും സെലിബ്രിറ്റികളും ഇൻഫ്ലുവൻസേഴ്സും NDA-യിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറഞ്ഞത്. കാരണം ഇവർ പലരെയും വിളിച്ചന്വേഷിക്കുന്നുണ്ട് എന്നാണ് സായി ബ്രോ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. NDA-ന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും 2020-ന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, അതിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത ആളുകളെയും അതുപോലെ അതിന്റെ സ്ഥാനാർത്ഥികളെയും നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമ ഓഡീഷന് ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രസ് കോൺഫറൻസിൽ സാബു ജേക്കബ് പറയുന്ന ഓരോ കാര്യം എന്ന് പറയുന്നത്, ഈ സ്ഥാനാർത്ഥി അതായത് ഇത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരെ കുറിച്ച് പറയുന്നത്. അത് മാത്രമല്ല, ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിമൊളിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളായതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൽ പലരും വോട്ടർ പട്ടികയിൽ പേരില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം പെട്ടെന്ന് പൊട്ടിമുളച്ച സ്ഥാനാർത്ഥികളാണല്ലോ. അതുകൊണ്ട് തന്നെ സാബു ജേക്കബിന് കൂടുതലായിട്ട് വിശദമായി അന്വേഷിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഇത് സ്ഥാനാർത്ഥിയായി അന്വേഷിക്കുമ്പോഴേക്കും ഇവരൊന്നും വോട്ടർ പട്ടികയിൽ ഇല്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 പേരാണ് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. 2020 പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ 2 പേർ, ഒന്ന് ലക്ഷ്മി പ്രിയയും 2 വീണ എസ് നായരുമാണ്. നമുക്ക് വീണ എസ് നായർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. നമസ്കാരം, ഞാൻ വീണയാണ്. ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഏറ്റുമാനൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2020 NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. വളരെ ഖേദത്തോടുകൂടി ഞാൻ ഈ വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. മറ്റാൾക്കാർ ആര് പറയുന്നതിലും മറ്റ് സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുന്നേ ഞാൻ തന്നെ എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരോട് ഈ വാർത്ത അറിയിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് എല്ലാം വളരെയധികം എന്താ പറയുക, പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ ഇവിടെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ എത്തിയതും പിന്നെ 2020-യുടെ ആൾക്കാരെ കാണുന്നതും BJP-യുടെ ആൾക്കാരെ കാണുന്നതുമല്ല. അപ്പോഴാണ് ഞാൻ ഓൾറെഡി എൻ്റെ വോട്ടർ ലിസ്റ്റിൽ എൻ്റെ പേര് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നത് അപ്രൂവൽ ആയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പേര് കൊടുത്ത് ഞാൻ കാൻഡിഡേറ്റ് ആണ് എന്നറിഞ്ഞതിന് ശേഷം ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ ഡേറ്റ് 15-ാം തീയതി വരെ ആയിരുന്നു എന്നുള്ളത് വളരെ വൈകിയാണ് ഞാൻ അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് അത് കറക്റ്റായിട്ട് ഞാൻ അറിയുന്നത് എന്ന് പറയുന്നതായിരിക്കും സത്യം. ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് ഈ ഒരു സമയം വരെ BLO സ്മിത ചേച്ചി ആയിക്കോട്ടെ, പ്രസന്നകുമാരി ടീച്ചർ ആയിക്കോട്ടെ, ഇതെല്ലാം ചങ്ങനാശ്ശേരിയിലുള്ളവരാണ്. ഇതിനു മുന്നേ ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് എന്റെ അഡ്രസ്സിൽ ഒരു ചേഞ്ചൊക്കെ സംഭവിച്ചിരുന്നു. അപ്പോ വീണ്ടും ഞാൻ ഒന്നേന്ന് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ വന്ന കറക്ഷനാണ് പറ്റിപ്പോയത്. ആ ഡിലേ ആണ്, ഡേറ്റിന്റെ ഡിലേ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ 7 ദിവസം എടുക്കും ഇതിന്റെ എൻറോൾ നമ്പറും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്, വോട്ടർ ലിസ്റ്റിൽ പേര് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വരുമ്പോൾ ഏകദേശം 23-ാം തീയതി, അതായത് നോമിനേഷൻ കൊടുക്കേണ്ട ദിവസം കഴിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക്, നോമിനേഷൻ കൊടുക്കുന്നത് നമ്മുടെ എല്ലാം തള്ളിപ്പോവാനും എല്ലാം സാധ്യതകൾ ഒത്തിരിയാണ്. ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പം എല്ലാം റെഡി ആവുമായിരിക്കും. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഉറപ്പില്ലാതെ നമുക്ക് അങ്ങനെ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് നമുക്ക് മത്സരിക്കാൻ സാധിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ഇന്നിപ്പോ കളക്ടറിനെ വരെ കണ്ടിട്ടെന്ന് പറയുന്നത്. കളക്ടർ മാത്രമല്ല, ഇലക്ഷന്റെ ഒരു ഹെഡ്, അദ്ദേഹത്തെയും എല്ലാം കണ്ടിട്ടാണ് ഞാനിപ്പോ തിരിച്ചു പോകുന്നത്. ഇപ്പൊ ഏറ്റുമാനൂരേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. അതിപ്പോ ARO മുതൽ ERO എല്ലാവരും, ഡെപ്യൂട്ടി കളക്ടർ എല്ലാവരെയും കണ്ട് ഇതിന്റെ സാധ്യതകൾ അങ്ങേയറ്റം ഞാൻ പരിശോധിച്ചിരുന്നു. അതൊരിക്കലും പറ്റത്തില്ല എന്നവർ പറഞ്ഞു. അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് പ്രഷറുകൾ ഉണ്ടാവാം, മറ്റ് പൊളിറ്റിക്കൽ പ്രഷറുകൾ ഉണ്ടാവാം. എന്തായാൽ കൂടെ വേണമെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്തു തരാൻ പറ്റുന്ന കാര്യമായിരിക്കാം. പക്ഷെ അത് നടന്നില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമവും ഖേദവും ഒക്കെ എനിക്കുണ്ട്. കാരണം ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് വന്ന ഞാൻ തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുത്ത തീരുമാനം തന്നെ ഞാൻ പറയാം. അപ്പോ
എനിക്കിത്ര മാത്രമേ പറയാനുള്ളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റുമാനൂരുള്ള എല്ലാവരോടും ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനും നിങ്ങൾക്ക് ഒരു വെളിപ്പാടകലെ ഒരു കോളിൽ ഞാൻ ഉണ്ടാവും. എന്താവശ്യത്തിനും എന്ത് കാര്യത്തിനും എന്നെ സമീപിക്കാം. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇനിയും ഇവിടെ തന്നെ ഉണ്ടാവും. അതിന് യാതൊരു മാറ്റവുമില്ല. ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി സപ്പോർട്ട് ചെയ്യണം. 2020 എൻ്റെയൊപ്പം തന്നെ അല്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഞാനുണ്ടാവും. താങ്ക് യു. കേട്ടില്ലേ? ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡ്രസ് ഇഷ്യൂലാണ് ഇതിങ്ങനെ പറ്റിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതെന്തുമാവട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഒരു പക്ഷെ ചെയ്തു തരാൻ സാധിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അവരൊക്കെ ഇതിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാത്രം എന്തിനൊരു VIP ട്രീറ്റ്മെന്റ് തരേണ്ട കാര്യം? കാരണം നിങ്ങളും സാധാരണ ജനങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു ആള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് തരേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അതോറിറ്റീസിന് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇലക്ഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരിക എന്നുള്ളത്. അപ്പോൾ ഈ പേര് വരുത്താൻ തന്നെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രിവിലേജ് തരണം എന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അഥവാ ജയിച്ചൊരു MLA ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും പിന്നീട് നിങ്ങൾ ആളുകളോട് പെരുമാറുന്നത്? ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞൊരു കാര്യം, അതായത് ഞാൻ എന്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നൊരു കാര്യം. സ്വന്തം വോട്ടർ ലിസ്റ്റിൽ വരെ ശ്രദ്ധിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ആ കാര്യം വരെ നോക്കിയില്ല. അതായത് പറയുന്നത് 15-ാം തീയതിന്റെ ഡേറ്റ് അറിഞ്ഞത് ഇന്നാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുവരെ ശ്രദ്ധിക്കാത്ത ഇവർ എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക? ഇതിനുശേഷം, അതായത് ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇവർ ന്യൂസസിന് ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് കൊണ്ട് 2020-യുടെ 2 സ്ഥാനാർത്ഥികൾക്കാണ് പിന്മാറേണ്ടി വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന വീണ നായർ മാധ്യമങ്ങളെ കാണുന്നു. എനിക്കൊരു ചെറിയൊരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ചങ്ങനാശ്ശേരിയിലാണ് ലാസ്റ്റ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ 2021 ഞാൻ ദുബായിലായിരുന്നു. അതിനുശേഷം ലാസ്റ്റ് നമ്മുടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴെൻ്റെ വിശ്വാസം, ചങ്ങനാശ്ശേരി ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കവിടെ വോട്ടുണ്ട്, പിന്നെ അത് നമ്മൾ ഇനി വേറെ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു തോട്ട് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കുമാണ് ഇതിനകത്ത് എൻ്റെ പണ്ട് ഞാൻ വോട്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോയും പ്രിന്റും എല്ലാം അവരെനിക്ക് അയച്ചു തന്നു. പക്ഷെ ഇപ്പം അതിനകത്ത് ലിസ്റ്റിലില്ല. ഇതിന് മുന്നേ പല വട്ടങ്ങളിലും വോട്ട് ചെയ്യുന്ന സമയങ്ങളിലും സാഹചര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഓൾറെഡി വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ, എനിക്ക് അവിടെ വോട്ടുണ്ടല്ലോ, ആ ഒരു തോട്ടായിരുന്നു. പക്ഷെ നമ്മൾ വോട്ടർ ഐ ഡി എടുക്കുന്ന കാര്യങ്ങളോ അതിനെ പറ്റിയോ നമ്മൾ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പാർലമെന്റ് വോട്ടർ ലിസ്റ്റും രണ്ടും രണ്ടാണെന്നറിയാം എനിക്ക്. പക്ഷെ അപ്പോഴും ചിന്ത പോയത് നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ എന്നുള്ളതിലേക്ക് ആ ചിന്ത പോകുന്നത്. സാധാരണ ഇപ്പം രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ഇതിപ്പോ ഒരു ഇന്ത്യൻ പൗരൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണിത്. പക്ഷേ ഈ പറഞ്ഞ കാര്യം ഈ കേരളത്തിൽ എത്ര പേർക്ക് അറിയാവുന്നതോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം. ഒന്നും പറ്റില്ല ചേട്ടാ. സിനിമയിൽ ഭയങ്കര ബിസി ആയിരുന്നു ചേട്ടാ. അതാണ് സംഭവിച്ചത്. ഇപ്പോഴാണ് എനിക്ക് അതിന് പറ്റിയത്. ഇനി അങ്ങോട്ട് ഞാൻ വളരെ ശ്രദ്ധിക്കും നിങ്ങളെ. 2020-ക്ക് ഏറ്റുമാനൂരിലും ഇപ്പോൾ സ്ഥാനാർത്ഥിയില്ല. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വീണ നായർക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല. അവർ പറയുന്നത് അവർ മുമ്പ് ചിലപ്പോഴൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചപ്പോഴാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. അവർ സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ആളുമായിരുന്നില്ല. ഇത്രയും നേരം അവർ പറഞ്ഞതിൽ നിന്ന് അവരുടെ ജനാധിപത്യ ബോധത്തെക്കുറിച്ചും വോട്ട് ചെയ്യാനുള്ള താല്പര്യത്തെക്കുറിച്ചുമൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. NDA സ്ഥാനാർത്ഥിയായി 2020 അവതരിപ്പിക്കുന്നത് ഇത്തരക്കാരെയാണ്. ഇവരൊക്കെയാണ് ജനപ്രതിനിധികളാവേണ്ടതെന്നാണോ 2020യും NDAയും ഒക്കെ കരുതുന്നതെന്ന് തോന്നിപ്പോകും. എന്തായാലും വോട്ടില്ല, അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ബിസി ആയിരുന്നു, ഞാൻ എല്ലാ കാര്യത്തിലും ബിസി ആയിരുന്നു. അത് ഇതൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇത്ര ബിസി ആയിട്ടുള്ള ഒരാൾ എന്തിനാണ് ഇലക്ഷനിൽ നിൽക്കുന്നത്? ഇലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബിസിയും അതുപോലെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ സമയം ഉണ്ടാകുമോ? ആവോ? ഇനി എന്തായാലും കുഴപ്പമില്ല, കാരണം വോട്ടർ ലിസ്റ്റിൽ പേരില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഇലക്ഷനിൽ നിൽക്കാൻ സാധിക്കില്ല. ഇനി ലക്ഷ്മിപ്രിയ, ഇവരുടെ കേസ് എന്ന് പറയുന്നത് അഡ്രസ് ആണ് പ്രശ്നം, അഡ്രസ് ചേഞ്ചസിലാണ് പ്രശ്നം. ലക്ഷ്മിപ്രിയയും അതുപോലെ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അവരൊരു പ്രശ്നം അഡ്രസ് തന്നെയാണ് പറയുന്നത്. ലക്ഷ്മിപ്രിയ പറയുന്നത് കേൾക്കാം. ഞാൻ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ 2020ക്ക് വേണ്ടിയിട്ട് NDA കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു.
ആ മത്സരത്തിൽ നിന്നും ഇപ്പോ ഞാൻ ഔദ്യോഗികമായിട്ട് പിന്മാറുന്ന വിവരം എന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. കാരണം പല ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും ഞാൻ വോട്ടില്ലാത്ത ആളാണോ, വോട്ട് പിന്നെ ഇതുവരെ ചെയ്യാത്ത ആളാണോ, ഇങ്ങനെയുള്ള ഒരാളാണോ മത്സരത്തിന് ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വോട്ടില്ല എന്നത് ശരിയാണ്. കാരണം അത് പിന്നെ ഒരു അഡ്രസ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. 18 വയസ്സ് പൂർത്തിയായ കാലം മുതൽ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വരെ തൃക്കാക്കരയിൽ വോട്ട് ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതിന് മുമ്പ് ലോക്സഭാ ഇലക്ഷൻ ആയിരുന്നു. അതിന് മുൻപത്തെ നിയമസഭാ ഇലക്ഷന്റെ കാലത്ത് നമ്മൾ തൃക്കാക്കരയിൽ നിന്നും തൃശ്ശൂർ പോയിട്ടാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ നമ്മളുടെ SIR സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ആ അപ്ഡേഷനിൽ വന്ന ഒരു അഡ്രസ്സിന്റെ എറർ കൊണ്ട് മാത്രമാണ് എനിക്ക് അത് പെൻഡിങ് ആയി, SIR സർട്ടിഫിക്കറ്റ് പെൻഡിങ് ആയി പോയി. അപ്പോ ഇപ്പൊ നമ്മൾ ഇലക്ഷൻ നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു ഡോക്യുമെന്റ് വളരെ നമുക്ക് നിർബന്ധമാണ്. ആ ഡോക്യുമെന്റ് ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാനായിട്ട് ഇത്തവണ നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അത് എന്നെ പോലെ ഈ നാട്ടിലെ എല്ലാ പൗരന്മാർക്കും, എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ആ സിറ്റിസൺഷിപ്പ് പേപ്പർ, അത് കാർഡ്, അത് നിർബന്ധമാണ്. അപ്പോൾ ഇത് ലഭിച്ചിട്ടില്ലാത്തവരെല്ലാം അത് എടുക്കണം എന്നും കൂടി ഞാനിപ്പോ റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ എനിക്കതിൽ ഇങ്ങോട്ട് വീട് മാറിയപ്പോ ഒരു അഡ്രസ് ചേഞ്ച് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. 22 അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 22-ാം തീയതി മാത്രമായിരിക്കും ആ ഡോക്യുമെന്റ് ഔദ്യോഗിക ഒരു രേഖയായിട്ട് നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 23-ാം തീയതിയാണ് നമ്മളുടെ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. അപ്പോ എപ്പോഴും നമ്മൾ നോമിനേഷൻ കൊടുത്തു കഴിയുമ്പോൾ അതിലൊരു സ്ക്രൂട്ടിനി ഉണ്ടാവും, അതിന്റെ പരിശോധനകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ ചെയ്ത് നമ്മൾ നോമിനേഷൻ കൊടുക്കേണ്ട തീയതിയും ഈ 23 എന്ന് പറയുന്ന ഒരു തീയതിയാണ്. അപ്പം ഇതിൽ ഈ പേപ്പർ എന്ന് പറയുന്നത് SIRന്റെ ഇവിടെ ഇപ്പോൾ ഡീറ്റെയിൽ ആക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പോൾ പഠിച്ച് മനസ്സിലാക്കി പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല. പക്ഷേ ഈ രണ്ടുപേര് പറഞ്ഞ കാര്യത്തിലും മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവർ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള അന്വേഷണമൊന്നും നടത്തിയിട്ടില്ല. കാരണം നമുക്കറിയാം SIRന്റെ എത്രത്തോളം പുകിലാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇത്ര പേരെ പുറത്താക്കും, ഇത്ര പേരെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരമായി ന്യൂസസിൽ വരുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല പിന്നീട് ന്യൂസസിൽ വന്നിട്ടുള്ളത് അവസാന തീയതി 15-ാം തീയതിയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ന്യൂസസിലും പത്രത്തിലൊക്കെ നിരന്തരമായി വന്നിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. അപ്പോഴൊന്നും ഇവർ ശ്രദ്ധിച്ചില്ല. വീണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് ആ ഡേറ്റിനെ കുറിച്ചൊക്കെ അറിയുന്നത് എന്നൊരു കാര്യമാണ് പറഞ്ഞത്. അതിൽ നിന്നും തന്നെ വ്യക്തമാണ് ഇവർ ഈ കാര്യങ്ങളൊന്നും വലിയൊരു ശ്രദ്ധ കൊടുക്കുന്ന ആളുകളല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്നവർ അവർ ചെയ്തോട്ടെ, അത് അവരുടെ വർക്കാണ്, അവരത് ചെയ്തോട്ടെ. അല്ലാതെ അവര് ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും വലിച്ച് കൊണ്ടുവരാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ഈ പറയുന്ന പോലെ അഭിനയമല്ല. വീണ എസ് നായറിനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളിമുങ്ങ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു, വൈസ് പ്രസിഡന്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് സാബു ജേക്കബ് ആ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും ഒരു മാനദണ്ഡമല്ല. ശരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്റെ അഭിപ്രായത്തിൽ ഇലക്ഷനിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ടുവരണം. കാരണം എല്ലാ സർക്കാർ ജോലിക്കും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അത് എന്തിനുമാവട്ടെ, ഓരോന്നിനും ഓരോ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ ഈ ഒരു ഇലക്ഷനിൽ നിൽക്കാൻ വേണ്ടി, അത് സ്റ്റേറ്റ് അസംബ്ലി ആവട്ടെ, അല്ല പാർലമെന്റ് ആവട്ടെ, ലോക്സഭാ ഇലക്ഷൻ ആവട്ടെ, ഏതുമാവട്ടെ, പഞ്ചായത്ത് ആവട്ടെ, ഏതുമാവട്ടെ, ഇതിനൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ, ഒരു മാനദണ്ഡം വെക്കുക. അല്ലാതെ പെട്ടെന്ന് ഒരാൾ ഒരു പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യുന്നു, ഞാനാണ് സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നത് എനിക്കതത്ര ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം ജനങ്ങളുടെ പൾസ് അറിയാവുന്ന, ജനങ്ങളെ കൃത്യമായി അറിയാവുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ചെന്നിട്ടുള്ള ആളുകളാവണം. അതാണ് യഥാർത്ഥ നേതാക്കൾ. അവര് വേണം യഥാർത്ഥത്തിൽ, അതായത് ജനങ്ങളെ തൊട്ടറിഞ്ഞിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ആളുകൾ വേണം രാഷ്ട്രീയത്തിൽ വരാൻ വേണ്ടി, അതുപോലെ നമ്മളെ ഭരിക്കാൻ വേണ്ടി. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.